ബ്ലാക്ക് കളർ എന്നുള്ളത് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് കളറാണ്. അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള എല്ലാ ബ്ലാക്ക് കാറുകളും നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ഫുൾ വീഡിയോ. HM മോട്ടോഴ്സിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2006 മോഡൽ ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ബെൻസിൻ്റെ ക്ലാസ് വാഹനമാണ്. E280 എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റാണിത്. 2006 മോഡലാണെങ്കിലും എല്ലാ ഫീച്ചേഴ്സും പക്ക വർക്കിംഗ് ആണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള കമ്പനി സർവീസോട് കൂടിയിട്ടുള്ള ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണിത്. അതുപോലെ തന്നെ സൺറൂഫ് ഉണ്ട്. എല്ലാം വർക്കിംഗ് ആയിട്ടുള്ള ഒരു കിടിലൻ വാഹനം എന്ന് തന്നെ പറയാം. ഇതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 6 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ബീസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. 2009 മോഡലിൽ വരുന്ന ഒരു വണ്ടി ഭ്രാന്തന്മാർക്കൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ വാഹനം എന്ന് തന്നെ എടുത്തു പറയാം. ഇത് 2009 മോഡല് ഫോർഡിൻ്റെ എൻഡോവർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ മാനുവൽ 2 വീൽ ഡ്രൈവ് വാഹനം കൂടിയാണിത്. ഇതിൻ്റെ വില വരുന്നത് 5 ലക്ഷം രൂപയാണ്. അത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വാഹനത്തിലേക്ക് നോക്കുമ്പോൾ ടാറ്റയുടെ തന്നെ 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും 75,000 കിലോമീറ്റർ ഓടിയിട്ട് കമ്പനി സർവീസും ഹിസ്റ്ററിയും അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് ഹാരിയർ. ഹാരിയറിൽ തന്നെ ഡാർക്ക് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻ്റ് കൂടിയാണ്. ഇതിൻ്റെ വില വരുന്നത് 15,70,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി അടുത്ത വരുന്നത് ഹൂണ്ടായുടെ തന്നെ SUV സെഗ്മെൻറ്റ് പെട്ട വാഹനമായിട്ടാണ്. ഇത് വരുന്നത് ക്രെറ്റ 1.4 E+ ബേസിന് നേരെ മേലുള്ള ഒരു വാഹനമാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ മാനുവൽ വാഹനമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 7,25,000 ആണ്. അത് നെഗോഷ്യബിൾ ആണ്. ഈ ഒരു വിലക്ക് ക്രെറ്റ കൊടുക്കാൻ തന്നെ കാരണം ഹിസ്റ്ററിയിൽ ചെറുതായിട്ടുള്ളൊരു ക്ലെയിം ഉണ്ട്. അതുകൊണ്ടാണ് 2016 മോഡലായിട്ടും ഈ പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിസിറ്റ് ചെയ്തോളി. ഇനി അടുത്ത് വരുന്നത് 2011 മോഡലുള്ള C250 ബെൻസിൻ്റെ ഏറ്റവും മെയിൻ്റനൻസ് കുറഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ്. 97,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 9,80,000 ആണ് നമ്മളെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇനി അടുത്ത് വന്നിട്ടുള്ളത് 2017 മോഡലുള്ള ഹൂണ്ടായി വെർണയായിട്ടാണ്. SXO ഫുൾ ഓപ്ഷനാണ്. സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന ഒരു വാഹനമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ മാനുവൽ വാഹനമാണ്. 1,08,000 കിലോമീറ്ററാണ് ഇത് ഓടിയിട്ടുള്ളത്. 8,65,000 ആണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് കേട്ടോ. ഫൈനലി നമ്മൾ വന്നിട്ടുള്ളത് 2018 മോഡൽ BMW 320 സ്പോർട്ട് ലൈൻ ആയിട്ടാണ്. കേരളത്തിൽ എവിടെയും NOC എടുത്തു തരാൻ പറ്റുന്ന ഒരു കിടിലൻ വാഹനമായിട്ടാണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വെറും 49,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ജെന്യൂൻ സർവീസും ഹിസ്റ്ററിയും അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ വാഹനത്തിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 20 ലക്ഷം രൂപയാണ്. അതും വിത്ത് NOC. ഓക്കെ, അപ്പോൾ ഇത്രയും വാഹനങ്ങൾ ബ്ലാക്ക് കളറിൽ നമ്മുടെ നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ഷോറൂം വിസിറ്റ് ചെയ്യുക, വാഹനം സ്വന്തമാക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.